ഇന്നലെ ഉച്ചയ്ക്ക് മുന്നേ തുടങ്ങിയതാണ് രക്ഷാപ്രവർത്തനം. രാത്രിയോടെ നിർത്തി. ഇന്ന് രാവിലെ 6:45 വീണ്ടും പുനരാരംഭിച്ചു. പക്ഷേ സമയം ഇത്രയായിട്ടും രക്ഷാപ്രവർത്തനത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതി ഉണ്ട് എന്ന് പറയാനാകില്ല. മാലിന്യം തന്നെയാണ് പ്രധാന വെല്ലുവിളി. സഹായത്തിനായി NDRF സംഘവും എത്തിയിട്ടുണ്ട്. മാലിന്യ നീക്കം നടത്തുന്നതിനോടൊപ്പം തന്നെ പ്ലാറ്റ്ഫോം നമ്പർ 3 സമീപത്തായുള്ള മാൻഹോളിൽ സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങി. പക്ഷേ അവർ നേരിട്ടത് വലിയ വെല്ലുവിളിയാണ്. ഭയങ്കര റിസ്ക് കേവ് ഡൈവിംഗ് പോലെ അതിനേക്കാളും നല്ല റിസ്ക് ഉള്ളതാണ്. പിന്നെ ഈ വെള്ളത്തിന്റെ അളവ് കുറയുമ്പം ഈ വേസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ പുറത്തു വന്നിരുന്നാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കോറിയോ പുഴയാണെങ്കിൽ ബോഡി പൊങ്ങിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പം എന്തായാലും ബോഡി പൊങ്ങി കാണും അടുത്ത ദിവസം 24 മണിക്കൂർ. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും സെർച്ചിങ് എന്തായാലും തുടർന്നാൽ അതിനകത്ത് ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ നമുക്ക് ബോഡി. ടെക്നോ പാർക്കിൽ നിന്നുള്ള ജെൻ റോബോട്ടിക് കമ്പനിയുടെ റോബോട്ടുകൾ എത്തിച്ചുള്ള പരിശോധനയും ഇവിടെ സമാന്തരമായി നടക്കുന്നുണ്ടായിരുന്നു. ഉച്ചയോടുകൂടി അതിൽ ചില ദൃശ്യങ്ങൾ പതിഞ്ഞു. അത് ജോയിയുടേതാണെന്ന സംശയത്താൽ പരിശോധന വിപുലമാക്കി. പക്ഷേ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. അപ്പോൾ ഇത് ഉണ്ടെങ്കിലും ഈ വേസ്റ്റിനടി തട്ടി കിടക്കുകയുള്ളൂ. പക്ഷേ ആ പറഞ്ഞ സ്ഥലത്ത് ഇല്ല. നമ്മൾ തറവടി ചെക്കുന്നുണ്ട്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ തുണികളും വലിയ വലിയ ചാക്കുകെട്ടുകളും ഉണ്ടാവും. ഈ ചാക്കുകെട്ടിന്റെ ഇടയിൽ ഈ ആളൊരു ബോഡി ഇരുന്നാൽ പോലും നമുക്ക് ടച്ച് ഫീലാണ് നമുക്ക് കിട്ടേണ്ടത്. രക്ഷാപ്രവർത്തനം മുന്നോട്ട് ഇനി എങ്ങനെയെന്നറിയാതെ പകച്ചു നിന്ന നിമിഷങ്ങളാണ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. അതിനുശേഷം മന്ത്രി പ്രതികരിച്ചത് ഇങ്ങനെ: ഒരു ഗവൺമെന്റിനെ കൊണ്ട് സാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുകയാണ്. നേവിയിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് നേവി ടീമും കൂടെ എത്തിയ ശേഷം ഇനി അടുത്ത പ്ലാൻ തയ്യാറാക്കാമെന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സ്കൂബ ഡൈവ് ടീംസിനെ മറ്റ് ജില്ലകളിൽ നിന്ന് കൊണ്ടുവന്ന് 2-3 പേരുടെ ടീംസായിട്ട് ഈ ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഒരു ജോയിൻ്റ് ആയിട്ടുള്ള അതിനാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ യോഗത്തിലുള്ള മീറ്റിംഗ് കൂടിയത്. ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് നടത്തുന്നത്. അപകടത്തിന് കാരണക്കാരാണ് എന്ന കാര്യത്തിലും മാലിന്യം കുമിഞ്ഞുകൂടുന്നതിന് ഉത്തരവാദി ആരാണ് എന്ന കാര്യത്തിലും കോർപ്പറേഷനിലെ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ പഴിചാരൽ തുടരുകയാണ്. ഒരു പൂർണ്ണമായ ഈ ദൗത്യം വിജയം കാണാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് നിലനിൽക്കുന്നത്. മാലിന്യം അതാത് സമയങ്ങളിൽ ഇത് എടുത്തു മാറ്റപ്പെട്ടിരുന്നു എങ്കിൽ ഇത് ഇവിടെ വന്ന് ഡംപ് ചെയ്യില്ലായിരുന്നു. രക്ഷാദൗത്യത്തിന് പോലും തടസ്സമാകുന്ന തരത്തിലേക്ക് മാലിന്യം ഒഴുകി വരുന്നു. റെയിൽവേയുടെ അധീനതയിലുള്ള സ്ഥലത്തെ മാലിന്യങ്ങൾ നീക്കാനുള്ള ഉത്തരവാദിത്വം റെയിൽവേക്കാണ് എന്നും അത് നീക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും യോഗത്തിന് ശേഷം ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചു. റെയിൽവേയുടെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള കരാർ പ്രകാരം ആ മാലിന്യം അത്യാവശ്യം നീക്കി ഒരു വഴി തെളിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ റെയിൽവേ ആ മാലിന്യം നീക്കി കൊടുക്കണമെന്നും അങ്ങനെ ഉണ്ടാകുന്ന വഴി അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഫ്ലോ അനുസരിച്ച് നമ്മുടെ സ്കൂബ ടീം ഉള്ളിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. മാലിന്യം പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഇത്രയും വർഷമായി അവർ മാറ്റാത്തത് കൊണ്ട് തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അതൊരു വലിയ സോളിഡ് മെറ്റീരിയലായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിട്ടാണ് തലസ്ഥാനത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. പക്ഷേ അത് ഇതുവരെയും ലക്ഷ്യം കണ്ടിട്ടില്ല. ഉടനെ ലക്ഷ്യത്തിലെത്തട്ടെ എന്ന് പ്രതീക്ഷിക്കാം. ടീം മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.